സ്വർണ്ണപ്പാളി കവർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ശബരിമലയിൽ വീണ്ടും സാമ്പിൾ പരിശോധനയ്ക്ക് SIT 12-ന് പമ്പയിൽ അവലോകന യോഗം ചേർന്ന ശേഷമായിരിക്കും പരിശോധന നടത്തുക. ലീഗൽ മെട്രോളജി അസസ്മെന്റ് ടീമും പരിശോധനാ സംഘത്തിന്റെ ഭാഗമാകും. ശ്രീകോവിലിന്റെ എല്ലാ വശങ്ങളിലും സ്വർണവും പരിശോധിക്കാൻ SITയുടെ നീക്കമുണ്ട്. ഗൂഗിൾ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, ഈ ആദ്യഘട്ടത്തിൽ പല രീതിയിലുള്ള പരിശോധന SITയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും ശബരിമലയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവ്യക്തതകൾ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണോ ഒരിക്കൽ കൂടി പരിശോധനയ്ക്കായി SIT സംഘം എത്തുന്നത്? അതെ ഗൗതം, അതായത് ഇതിനോടകം തന്നെ 3ലധികം തവണ SIT സംഘം സന്നിധാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന നടത്താനായിട്ട് SIT തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം 12-ാം തീയതി പമ്പയിൽ ഈ അന്വേഷണ സംഘങ്ങളുടെ ഒരു അവലോകന യോഗം ചേരും. അതായത് SITയിലുള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ലീഗൽ മെട്രോളജി അസസ്മെന്റ് വകുപ്പ്, അതോടൊപ്പം തന്നെ ഫോറൻസിക് വകുപ്പ്, അങ്ങനെ വിവിധ അന്വേഷണ വകുപ്പുകളുടെ ഒരു അവലോകന യോഗം ഈ കേസുമായി ബന്ധപ്പെട്ട പമ്പയിൽ ചേരും. അതിനുശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പോയി പരിശോധന നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ 12-നാണ് കുംഭമാസ പൂജകൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറക്കുന്നത്. ആ വേളയിലായിരിക്കും പരിശോധന നടത്തുന്നുണ്ടാവുക. 12-ാം തീയതി യോഗത്തിന് ശേഷം ഒരുപക്ഷെ 13, 14 ദിവസങ്ങളിൽ സന്നിധാനത്തെത്തി പരിശോധന നടത്താൻ വേണ്ടിയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, സന്നിധാനത്തിന്റെ ശ്രീകോവിലിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സ്വർണത്തിന്റെ സാമ്പിളുകളടക്കം ശേഖരിച്ച് പരിശോധന നടത്തും. കാരണം സ്വർണം പൂശിയിട്ടുള്ള അളവ് അത് പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള അളവുണ്ട് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടപടികൾ നടത്താനായിട്ട് SIT സംഘം ഒരുങ്ങുന്നത്. ലീഗൽ മെട്രോളജി അസസ്മെന്റ് വകുപ്പും ഈ SIT സംഘത്തിനൊപ്പം പരിശോധനയിൽ ഉണ്ടാകും. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം SIT സംഘം അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധരുടെ കൂടി സഹായത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത്. അതിന്റെ പരിശോധനാ റിപ്പോർട്ട് VSSയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലടക്കം പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ആ ഒരു തൃപ്തികരമല്ലാത്ത റിപ്പോർട്ട് ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകളിലേക്ക് വീണ്ടും SIT സംഘം സന്നിധാനത്ത് തയ്യാറെടുക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണ നടപടികൾ ഉണ്ടാകും. SIT സംഘത്തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇതിനോടകം തന്നെ 3 തവണയും സന്നിധാനത്തെത്തി ഈ സ്ട്രോങ് റൂം അടക്കം തുറന്ന് അവിടെയുള്ള കട്ടളപ്പാളിയുടെയും അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലത്തിന്റെയും ഒക്കെ പരിശോധന നടപടികൾ പൂർത്തീകരിച്ചത്. ഒപ്പം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നും നിർണായക രേഖകളടക്കം SIT സംഘം ഇതിനോടകം ശേഖരിക്കുകയും പല ദേവസ്വം വകുപ്പ് ജീവനക്കാരോടും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നതാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടപടികൾ ഇനിയും അനിവാര്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 12-ാം തീയതി യോഗം ചേർന്ന് വീണ്ടും കൂടുതൽ പരിശോധനയ്ക്കായിട്ട് SIT തയ്യാറെടുക്കുന്നത്. ഓക്കെ ഗൂഗിൾ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT വീണ്ടും ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. പല അവ്യക്തതകൾ പുറത്തോട്ട് വരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും SIT സംഘം ഈ ശബരിമലയിൽ കുംഭമാസ പൂജയ്ക്കായി നട തുറന്ന ശേഷമുള്ള ദിവസങ്ങളിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. ഗൂഗിളാണ് വിവരങ്ങളുമായി ചേർന്നത്.